സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകനവ്യയനല്ലോ നാഥ. ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യസ്തുതിയിലെ വരികളാണിവ. സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളെ ത്രിമൂർത്തികളുമായി ബന്ധിപ്പിക്കുന്നു. രജോ ഗുണം കൊണ്ട് ബ്രഹ്മദേവൻ ലോകത്തെ സൃഷ്ടിക്കുന്നു. ലോകരക്ഷകനായ വിഷ്ണു ഉണ്ടായത് സാത്വിക ഗുണത്തിൽ നിന്നാണ്. സംഹാരമൂർത്തിയായ ശിവന്റെ ആധാരം തമോ ഗുണമാണ്. അത് സംഹാര ശക്തിയാണ്. സംഹാരം എന്നാൽ സമ്യക്കായി ഹരിക്കുക എന്നർത്ഥം. രുദ് എന്നാൽ ദുഃഖം. ആ ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവൻ രുദ്രൻ. ഒരു വിധത്തിലുള്ള ഒന്നിനെ മറ്റൊരു വിധത്തിലേക്കാക്കി മാറ്റുക, അതാണ് ശിവതത്വം. ബുദ്ധിയിൽ നിന്നുണ്ടായ വൃത്തികളാണ് ഗുണത്രയം. സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളോടൊപ്പം ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളുമുണ്ട്. ഇവയ്ക്കെല്ലാം കാരണഭൂതനായി, ഇതിനെല്ലാം സാക്ഷിയായി ലോകകാരണനായ ചിന്മയനായ ഭഗവാൻ. സനാതന ധർമ്മങ്ങളിൽ ബഹുദൈവാരാധന ഉണ്ടെന്ന അറിവില്ലായ്മയാണ് ഇവിടെ എഴുത്തച്ഛൻ നീക്കുന്നത്. ബ്രഹ്മത്തിന്റെ 3 ഭാവങ്ങളാണ് ശിവനും വിഷ്ണുവും ബ്രഹ്മദേവനും. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിക്കാനാണ് സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളെ ഉപയോഗിക്കുന്നത്. സാത്വിക ഗുണത്തിൽ നിന്നുണ്ടായ വിഷ്ണുവും രജോ ഗുണത്തിൽ നിന്നുണ്ടായ ബ്രഹ്മദേവനും തമോ ഗുണ പ്രധാനിയായ ശിവനും. ഇവ 3ഉം ഈ മഹത്തായ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. നാം എപ്പോഴും വിചാരിക്കും പല ദൈവങ്ങളുണ്ടെന്ന്. എന്നാൽ എല്ലാം ഒന്നാണ്, ഒരേയൊരു പ്രഭയാണ്. ഏക ദൈവം എന്നല്ല ഭാരതീയ സംസ്കാരം ഉദ്ഘോഷിക്കുന്നത്, ഏക ചൈതന്യം എന്നാണ്. അത് തന്നെയാണ് എഴുത്തച്ഛനും അടിവരയിട്ട് പറയുന്നത്. ഇതാണ് ഈ വരികളുടെ അർത്ഥം. പൂർവജന്മ പുണ്യം, പൂർവജന്മ വാസന, ഇതിന്ന് 100% സയൻസ് അംഗീകരിച്ചിരിക്കുന്ന ഒന്നാണ്. എനിക്ക് വാക്കുകളൊന്നും ഇയാളെക്കുറിച്ച് പറയാനില്ല. എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇടയ്ക്ക് കയറി പറയാം.